Guys, my name is Prince and welcome back to Active Prince Vlogs. സ്മാർട്ട് ഫോൺ പ്രേമികൾ ഒട്ടേറെ കാര്യങ്ങളെ കാത്തിരുന്ന OnePlusന്റെ നോട്ട് ഇന്നലെ ലോഞ്ച് ചെയ്തു. മിഡ് റേഞ്ചിൽ കിങ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ ഫോണിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഈ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം എനേബിൾ ചെയ്ത് വെക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഒപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്യുക. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഈ ഫോണിൻ്റെ ആദ്യമായി തന്നെ ബിൽഡ് ആൻഡ് ഡിസൈനിൻ്റെ ഭാഗത്തുനിന്ന് നോക്കാം. ഇത് വരുന്നത് ഗ്ലാസ് സാൻഡ്വിച്ച് ഡിസൈനോടെയാണ്. എന്ന് വെച്ചാൽ ഫ്രണ്ടിലും ബാക്കിലും ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനോട് കൂടിയാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൻ്റെ ഫ്രെയിം പ്ലാസ്റ്റിക് ആവാനായിരിക്കും സാധ്യത, മെറ്റലിൽ നിന്ന് വരാൻ സാധ്യത കുറവാണ്. പ്ലാസ്റ്റിക് ഫ്രെയിം ആയിരിക്കും ഇതിനുണ്ടായിരിക്കുക. നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ ഒന്ന് നോക്കാം. ഡിസ്പ്ലേ വരുന്നത് 6.44 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD പ്ലസ് ഫ്ലൂയിഡ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അതോടൊപ്പം തന്നെ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും ഈ സ്ക്രീനിന് ഉണ്ടായിരിക്കും. നമുക്ക് അടുത്തായിട്ട് ഇതിൻ്റെ പെർഫോമൻസ് ആയിട്ട് നോക്കാം. ഇതിന് പവർ നൽകുന്നത് സ്നാപ്ഡ്രാഗണിൻ്റെ 765G എന്ന പവർഫുള്ളായ പ്രൊസസ്സറാണ്. ഈ പ്രോസസ്സർ ഒരു 5G സപ്പോർട്ടുള്ള ഒരു പ്രൊസസ്സറാണ്. ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഏറ്റവും വില കുറഞ്ഞ 5G ഫോൺ എന്നറിയപ്പെടുന്നത് ഈ OnePlus Nord ആണ്. അടുത്തതായി ഫോണിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പരിശോധിക്കാം. ഇതിൽ വരുന്നത് സോണിയുടെ IMX586 എന്ന 48 മെഗാപിക്സൽ ക്യാമറയാണ് മെയിൻ സെൻസറായിട്ട് വരുന്നത്. അതോടൊപ്പം ഇതൊരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആയതുകൊണ്ട് 4 ക്യാമറയ്ക്ക് ഇതിലുണ്ടാവും. മെയിൻ സെൻസർ 48 മെഗാപിക്സൽ, സെക്കൻഡ് ക്യാമറ 8 മെഗാപിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് സെൻസറും, 2 മെഗാപിക്സലിൻ്റെ മൈക്രോ സെൻസറും, 2 മെഗാപിക്സൽ ഡെപ്ത് സെൻസറും. പിന്നീട് സെൽഫി ആയിട്ട് കൊടുത്തിരിക്കുന്നത് അവരുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പഞ്ചോൾ സെറ്റപ്പാണ് അവർ നൽകിയിരിക്കുന്നത്. 32 മെഗാപിക്സലിലെ പ്രൈമറി സെൻസറും 7 മെഗാപിക്സലിൻ്റെ 1.8 ഡിഗ്രി വൈഡായിട്ടുള്ള വൈഡ് ആംഗിൾ സെൻസറുമാണ് നൽകിയിരിക്കുന്നത്. OnePlusൽ ഇങ്ങനെ സെറ്റപ്പ് ആദ്യമായിട്ടാണ് അവർ കൊണ്ടുവരുന്നത്. ഈ ഫോണിൻ്റെ ക്യാമറയുടെ ഭാഗത്ത് മറ്റ് പ്രധാനപ്പെട്ട സവിശേഷതകൾ നോക്കിയാൽ ഇതിൽ 48 മെഗാപിക്സലിൻ്റെ പ്രൈമറി സെൻസറിൽ OIS അതായത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഈ OnePlus 8 ഉണ്ടായിരിക്കുന്ന അതേ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ OnePlus Nordലും അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ റിയറിലും ഫ്രണ്ടിലും നമുക്ക് 4K 60 FPS വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അടുത്തത് നമുക്ക് ബാറ്ററിയുടെ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കാം. ബാറ്ററി വരുന്നത് 4115 mAh ഒരു ബാറ്ററിയാണ്. അതോടൊപ്പം തന്നെ 30T വാട്ട് ചാർജറും ഇതോടൊപ്പം ലഭിക്കും. അതിൻ്റെ മറ്റ് സ്പെഷ്യൽ ഫീച്ചേഴ്സ് നോക്കാം. ഇതിൽ NFC സപ്പോർട്ട് ഉണ്ടായിരിക്കുമെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 5G സപ്പോർട്ട് ഈ ഫോണിനുണ്ടായിരിക്കും. പിന്നെ Type-C പോർട്ടാണ് ഈ ഫോണിൻ്റെ കൂടെ ലഭിക്കുക. അതോടൊപ്പം തന്നെ ലീനിയർ സ്പീക്കേഴ്സ്, ഒരു സ്പീക്കർ താഴോട്ട് ഫയർ ചെയ്യുന്ന സ്പീക്കേഴ്സ് ആയിരിക്കും ഇതിനുണ്ടായിരിക്കുക. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒന്നും വരുന്നില്ല. അതോടൊപ്പം തന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ നൽകിയിരിക്കുന്നത് ഇൻ ഡിസ്പ്ലേ ആയിട്ടാണ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ UFS 2.1 എന്ന സ്റ്റോറേജ് ടൈപ്പാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ LPDDR4X RAM ആണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ വളരെ ഹിറ്റായ അവരുടെ Android 10ൽ അധിഷ്ഠിതമായ ഓക്സിജൻ OS ആയിരിക്കും ഈ ഫോണിൽ റൺ ചെയ്യുക. ഇതിൽ SD കാർഡ് ഇടാനുള്ള ഓപ്ഷൻ ഇല്ല എന്നുള്ള വലിയൊരു ഡ്രോബാക്ക് തന്നെയാണ്. പക്ഷേ മറ്റ് ഫീച്ചേഴ്സൊക്കെ നോക്കുമ്പോൾ ഈ പ്രോബ്ലം നമുക്ക് അങ്ങ് കണ്ണടച്ച് കളയാം. അടുത്തതായി ഈ ഫോൺ ഏതൊക്കെ കളർ വേരിയൻറ്റുകളാണ് ഇറങ്ങുന്നത് നമുക്ക് നോക്കാം. പ്രധാനമായും ഇതിൽ 2 കളർ വേരിയൻറ്റുകളാണ് അവർ ഇറക്കിയിരിക്കുന്നത്. ഒന്ന് ബ്ലാക്ക് കളറായിട്ടുള്ള ഗ്രേ ഒണിക്സും, അടുത്തത് ബ്ലൂ മാർബിൾ എന്ന പേരിലും ആണ് അവർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. എല്ലാവരും കാത്തിരുന്ന സ്റ്റോറേജ് ആൻഡ് പ്രൈസിങ് സെക്ഷനിലേക്ക് നമുക്ക് പോവാം. പ്രധാനമായി ഇത് 3 വേരിയൻറ്റുകളാണ് നൽകുന്നത്. 6GB 64GB അതിന് 25,000 ആണ് പ്രൈസിങ് അവർ ചെയ്തിരിക്കുന്നത്. പിന്നെ സെക്കൻഡ് മിഡിൽ വേരിയൻ്റ് ആയിട്ട് 8GB 128GB അത് 28,000 ആണ് അവർ ഇറക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഹയർ വേരിയൻ്റ് ആയിട്ടുള്ള 12GB 256GBക്ക് 30,000 ആണ് അവർ പ്രൈസ് ചെയ്തിരിക്കുന്നത്. എല്ലാം 30,000 താഴെയാണ് അവർ എല്ലാ വേരിയൻറ്റുകളും പ്രൈസ് ചെയ്തിരിക്കുന്നത്. ഒരു പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ ഈ 6GB 64GB ലോവർ വേരിയൻറ്റ് നമുക്ക് സെപ്റ്റംബർ മാസം മാത്രമേ ലഭ്യമാവുകയുള്ളൂ. അപ്പോൾ ഇനി 1 മാസം കൂടെ കാത്തിരിക്കണം.
പക്ഷേ മിഡിൽ വേരിയൻറ്റും ഹയർ വേരിയൻറ്റും, അതായത് 8GB 120GB 12GB 256GB നമുക്ക് ഓഗസ്റ്റ് 4-ാം തീയതി തൊട്ട് വാങ്ങാൻ സാധിക്കും. ഇതിൻ്റെ മേന്മകളും പോരായ്മകളും ഒന്ന് വേർതിരിച്ച് നോക്കാം. ഇതിന് മേന്മയായിട്ട് പറയാനുള്ളത് ഒരു ഗ്ലാസ് ബിൽഡ് ബോഡിയാണ്. അതോടൊപ്പം തന്നെ അടിപൊളി ഡിസ്പ്ലേ ആണ്. ഫ്ലൂഡ് അമോലെഡ് ഡിസ്പ്ലേ വിത്ത് 90 Hz ഡിസ്പ്ലേ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്നാപ്ഡ്രാഗൺ 765 എന്ന പവർഫുള്ളായ പ്രൊസസ്സർ വരുന്നുണ്ട്, 5G പ്രൊസസ്സർ. അതുപോലെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് 40 MP ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ്. അതോടൊപ്പം തന്നെ ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റ് 4115 mAh ബാറ്ററി. അതോടൊപ്പം തന്നെ 30 watts റാപ്പ് ചാർജറും ഒക്കെ വരുമ്പോൾ ഇതൊരു അടിപൊളി പാക്കേജ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ ഇതിൻ്റെ പോരായ്മയായിട്ട് പറയാനുള്ളത് ഇത് SD കാർഡ് സ്ലോട്ട് ഇടാനുള്ള ഓപ്ഷൻ ഇല്ലാത്തതാണ്. അത് മാത്രമുള്ള എനിക്ക് കാണാൻ പറ്റുന്നൊരു പോരായ്മയായിട്ട് പറയാനുള്ളത്. പക്ഷേ മറ്റ് ഫീച്ചേഴ്സൊക്കെ നോക്കുമ്പോൾ നമുക്കത് തള്ളിക്കളയാവുന്ന പ്രോബ്ലമേ ഉള്ളൂ. പറയാനുള്ളത് ഇന്ത്യയിൽ മാത്രമാണ് 6GB 64GB എന്ന സ്പെഷ്യൽ വേരിയൻറ്റ് അവർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഗ്ലോബൽ വേരിയൻറ്റിൽ 6GB 64GB അവർ നൽകി. 5000 പ്രൈസ് റേഞ്ചിൽ ഇത്രയും അധികം സ്പെസിഫിക്കേഷൻസ് നൽകുന്ന ഈ ഫോൺ മിഡ് റേഞ്ച് കിങ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ പ്രൈസ് റേഞ്ചിൽ ഒരു നല്ല ഓപ്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ഈ ഫോണിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഈ വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. സോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, അപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള അടിപൊളി വീഡിയോ വെച്ച് നമുക്ക് അടുത്ത വീഡിയോ കാണാം. സ്റ്റേ സേഫ്.